ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം ചിറയൻകീഴടുത്തുള്ള ഒരു വീട്ടമ്മ സംരക്ഷിച്ചു പോരുന്ന ഒരു ഹോം ഗാർഡൻ, ഓർക്കിഡ് ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. ഈ ഗാർഡന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തേത് വിലക്കുറവ് തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായി കളക്ട് ചെയ്ത ചെടികൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വില കുറച്ചാണ് കൊടുക്കുന്നത്. ഫെനലോപ്സിസ് പൂവുള്ള ചെടികൾ, അതായത് ഏകദേശം 475 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഈ വിലയ്ക്ക് അത് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ആ വിലക്കുറവ് കൂടുതൽ ആൾക്കാർക്ക് അത് വാങ്ങാനായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ നമുക്കിപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, അതുപോലെ ഒരു ഹൗസ് വാമിങ് ഗിഫ്റ്റ്, അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ നമുക്ക് പാക്ക് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്നോ എന്താണോ നമുക്ക് എഴുതേണ്ടത് അതെല്ലാം ചെയ്ത് നല്ല പാക്ക് ചെയ്ത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് തരും, പൂക്കളോട് കൂടിയ ചെടികൾ. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. അതും എല്ലാ പാക്കിംഗ് ഉൾപ്പെടെ ഏകദേശം 600 രൂപ ലെവലിൽ നമുക്ക് കിട്ടുന്നതാണത്. അപ്പോൾ അത് ഈ ഒരു ഗാർഡൻ്റെ മാത്രം അട്രാക്ഷനായിട്ട് തോന്നുന്നു. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഓർക്കിഡ് മാത്രമല്ല ഒരുപാട് എയർ പ്ലാന്റുകളുടെ കളക്ഷനുണ്ട്. എയർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അതെല്ലാം വലിച്ചെടുത്തിട്ട് വളരുന്ന കെട്ടിത്തൂക്കിയിട്ടാൽ മതി നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷനുണ്ട്. പുരാണങ്ങളിലൊക്കെ കേട്ടിരിക്കുന്ന കല്യാണ സൗഗന്ധികം, അതിൻ്റെ 5 വെറൈറ്റികൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം സംരക്ഷണം, അതിൻ്റെ വളപ്രയോഗം, അതിൻ്റെ ഫംഗസ് ബാധ എങ്ങനെ നിയന്ത്രിക്കാം, ഇങ്ങനെയുള്ള ഒരു ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വീഡിയോയാണ്. നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് ഹണി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ് താമസം. ഞാനിവിടെ ഒരു ഓർക്കിഡ് വാലി എന്ന് പറഞ്ഞൊരു ഓർക്കിഡിൻ്റെ ഒരു നഴ്സറി നടത്തുന്നുണ്ട്. ഞാൻ ഡെൻഡ്രോബിയവും ഫെലനോസിസുമാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ മുക്കാറയുണ്ട്. വേണ്ട വളരെ കുറച്ചേ ഉള്ളൂ, അത് അധികം സൈഡിലോട്ടില്ല. പിന്നെ ഓൺസീഡിയത്തിൻ്റെ കുറച്ച് വെറൈറ്റികളും കൂടെ ഉണ്ട്. ഇവിടെ സെയിൽ എങ്ങനെയാ, വന്നു വാങ്ങാണോ അതോ ഓൺലൈനായിട്ട് ഞാൻ കൂടുതലും കൊടുക്കുന്നത്. DTDC വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും പിന്നെ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. കൂടുതലും എനിക്ക് ഓൺലൈൻ സെയിലാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് അടുത്ത് വന്ന് വാങ്ങുന്നുണ്ട്. കൂടുതലും ഓൺലൈനാണ്. വരുന്നപ്പോൾ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ഡെൻഡ്രോബിയം വളർത്തി തുടങ്ങിയതാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ഞാൻ മാറി നിന്നിട്ട് ഞാൻ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെ ഫെലനോസിസ് ഒന്ന് വാങ്ങിച്ചു നോക്കി. എന്നിട്ട് അത് പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഡെൻഡ്രോബിയത്തിനൊക്കെ കുറച്ചുകൂടെ ഈസി ഫെലനോസിസ് ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഫെലനോസിസിലോട്ട് വന്നത്. പക്ഷെ അത് നടുമ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് പോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചരിച്ച് തന്നെ പോട്ട് ചെയ്യണം. പിന്നെ ഒന്ന് ചാർക്കോളിൽ പോട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു 15 ദിവസത്തിലൊരിക്കൽ നമ്മൾ എപ്പോഴും നമ്മളൊരു ഫംഗിസൈഡ് കൊടുക്കണം. ഞാൻ കൊടുക്കുന്ന സാഫാണ്. ഒട്ടും വെയിലടിക്കാൻ പാടില്ല ഫെലനോസിസിന്. ഞാൻ മഴയത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഞാൻ ഷെയ്ഡ് നെറ്റ്, വെറുതെ ഗ്രീൻ നെറ്റ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. വളപ്രയോഗം ഞാൻ കൂടുതലും ജൈവവളം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ NPK കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ കെയറും അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം വളം കൊടുക്കും. മഴ സമയത്തെല്ലാം ഞാൻ കൊടുക്കുന്നത് കെമിക്കൽ വളം തന്നെയാണ്. പിന്നെ നല്ല ജൈവവളം അങ്ങനെ മഴക്കാലത്ത് കൊടുക്കില്ല. ഇല്ല. അപ്പൊ ഒന്ന് ചീച്ചിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജൈവവളം അങ്ങനെ ജൈവവളം കൊടുക്കുന്ന എപ്പോഴും വെയിലുള്ളപ്പോഴാണ് കൊടുക്കുന്നത്. ഇപ്പം NPK എന്ന് പറയുമ്പോഴത്തേനും അത് 19 കൂടുതലും അതാണല്ലേ. അതുകൊണ്ട് പിന്നെ ഗ്രീൻ കെയർ എന്നും പറഞ്ഞൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് നൈട്രജൻ, ചെടി വളരാനായിട്ട് നൈട്രജൻ കൂടുതലുള്ളതാണ് കൊടുക്കുന്നത്. അത് ഗ്രീൻ കെയർ അല്ലേ? ഗ്രീൻ കെയർ കൊടുക്കുന്നു. ഇതെല്ലാം ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ മിക്കവാറും ജൈവവളം കൊടുക്കും, തേങ്ങ വെള്ളം പുളിപ്പിച്ച് പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ മിക്കവാറും ജൈവവളം കൊടുക്കും, തേങ്ങ വെള്ളം പുളിപ്പിച്ചത്. അത് നല്ലൊരു ഇതായിട്ട് ഫെർട്ടിലൈസറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫംഗസിന് 15 ദിവസം കൂടുമ്പോൾ ഞാൻ എപ്പോഴും വയ്ക്കും. പിന്നെ മഴ സമയത്ത് കൂടുതലായിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു കേക്ക് ഫംഗിസൈഡ് കൊടുക്കാറുണ്ട്. എനിക്കങ്ങനെ ഇതുവരെ ഒന്നും ഒരു പ്ലാന്റും ചീത്തയായി പോയിട്ടില്ല. നമ്മൾ ഫെലനോസിസ് പോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ച് പോട്ട് ചെയ്യണം. അതിനായിട്ട് ഈ പ്ലാന്റിന്റെ മോൾ ഭാഗത്ത് വീണാൽ അത് ചീഞ്ഞു പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ച് പോട്ട് ചെയ്തിട്ട് മഴയത്ത് വെച്ച് എനിക്ക് വെള്ളം കെട്ടി നിൽക്കില്ല. കെട്ടി വയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് ഈ പ്ലാന്റിന് ഒരു കുഴപ്പം വരുന്നില്ല. ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്ലാന്റ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ മോസിൽ വെച്ചാണ് ഈ പ്ലാന്റ് വരുന്നത്.
അപ്പം ഈ വന്ന പ്ലാന്റിനെ ഞാൻ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ മോസിൽ തന്നെ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളുടെ ഈ ഒരു കാലാവസ്ഥയിൽ. അപ്പം ഞാൻ ഈ മോസിനെ മാറ്റിയിട്ട് ഞങ്ങൾ ചാർക്കോളിൽ ആണ് ഇത് പോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുപോലെയും ഈ മോസ് വെച്ചിട്ടും ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ കുറച്ച് ദിവസം എനിക്ക് പ്ലാന്റ് വന്ന് ഒരുപാട് ദിവസം ഒരാഴ്ച കൂടുതൽ ഞാൻ ഇതിൽ വെച്ചേക്കാറില്ല. ഇവിടെ ഞാൻ പോട്ട് ചെയ്തിട്ട് ചാർക്കോളിനകത്താക്കി പിന്നെ ശകലം മോസ് വെക്കും. കാരണം ഇപ്പോഴത്തെ ഭയങ്കര ചൂടാണല്ലോ നമ്മുടെ കാലാവസ്ഥയിൽ. അപ്പൊ ശകലം മോസ് ഈ ചട്ടിയുടെ സൈഡിൽ കൊടുക്കും. എന്നിട്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പം പോട്ട് മിക്കവാറും മാറ്റേണ്ടി വരില്ല. അപ്പം വാങ്ങുന്നവർക്ക് ഈ പ്ലാന്റ് ചീഞ്ഞു പോകത്തില്ല. എനിക്ക് ഉറപ്പിച്ച് പറയാം, പ്ലാന്റിന് കുഴപ്പമൊന്നും വരത്തില്ല. ഞാൻ വന്നതിന് വേരുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പോട്ട് ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോൾ ചാർക്കോളിലാകുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ പോട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് 475-നാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഓൺലൈനായാലും ഡയറക്റ്റ് വന്ന് വാങ്ങിയാലും ഇതേ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. 5 എടുത്ത് കഴിഞ്ഞാൽ 450 കൊടുക്കും. വെറിഗേറ്റഡ് ആണ്. ഇപ്പം ഇതിന് റേറ്റ് കൂടുതലാണ്. ഇത് ഞാൻ 575-നാണ് കൊടുക്കുന്നത്. അതിന്റെ ലീഫ് വെരിഗേറ്റഡ് മിനിയേച്ചർ ടൈപ്പ് ആണ്. അതൊരു മിനിയേച്ചർ ടൈപ്പ്. ചെറിയ ചെറിയ പൂവാണെങ്കിലും ഒരുപാട് പൂക്കും. മിക്കവാറും പൂ കാണുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ലൊരു വയലറ്റ് കളറാണ് അല്ലേ? ഇത് വെരിഗേറ്റഡ് വേറെ നമുക്കുണ്ടോ? കളക്ഷൻ ഉണ്ടോ? വേറെ ഉണ്ട്, കളക്ഷൻ ഉണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി പോയായിരുന്നു. ഇപ്പൊ കുറച്ച് കളക്ഷൻസ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഒക്കെയാണ്, കൂടുതലും ഡാർക്ക് ഷെയ്ഡ് ഒക്കെയാണ് പെട്ടെന്ന് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറെ എയർ പ്ലാന്റ്സിന്റെ കളക്ഷനും ഉണ്ട്. ഇതൊരു വെറൈറ്റി അല്ലേ? ഇത് നല്ല വെറൈറ്റി അല്ലേ? ഉള്ളിലൊരു കോഫി കളറല്ലേ, മെറൂൺ. ഓരോന്നിനും ഒരു പ്രത്യേക, ഓരോ പൂവിനും അതിൻ്റെതായ ഒരു ഭംഗി. എങ്ങനെയാ ദിവസവും ഞാൻ ചാർക്കോളിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ദിവസവും 2 നേരം ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം കുറച്ച് വെള്ളം വേണം, കുറച്ച് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് നമ്മുടെ ഫെനലോസിസ്. 2 നേരം വെള്ളം ഞാൻ നനയ്ക്കുന്നുണ്ട്. ഞാൻ നനയ്ക്കുമ്പോൾ ഒരു 5 മണിക്ക് മുന്നെയാണ് വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ കെട്ടി നിന്നിട്ട് വെള്ളം വലിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് 5 മണിക്ക് മുന്നേ ഒന്ന് നനയ്ക്കുന്നുണ്ട്. കുറച്ച് തണുപ്പ് വേണം ഫെനലോസിന്. മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ചെടി കുറച്ചും കൂടെ ഉഷാറായിട്ടാണ് വരുന്നതായിട്ട്. 475 ആണോ അതോ വെറൈറ്റിക്ക് വേറെ വ്യത്യാസമുണ്ടോ? ഇല്ല, ഈ ഒരു വെരിഗേറ്റഡ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതെല്ലാം 475 ആണല്ലേ? അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും. ആദ്യം ഭയങ്കര വിലയായിരുന്നല്ലോ നേരത്തെ. ഇതുപോലെ നമുക്ക് ഇൻഡോർ ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം ഇതിൽ ബഡ് വരുമ്പോഴേ നമുക്ക് അടുത്ത അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൂ തീരുമ്പോൾ മാത്രം, ഏകദേശം ഇതിന്റെ പൂ ഒരു 5-6 മാസത്തോളം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പൂ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് നല്ല ഷെയ്ഡിൽ തന്നെ ഇത് വെക്കണം. വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെടി പോകും. ഫെനലോസിന് ഒട്ടും വെയിൽ പാടില്ല. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇപ്പൊ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. സൂര്യപ്രകാശം ഈ 6 മാസം കാണുകയേ വേണ്ടേ? വേണ്ട, നമ്മൾ വെട്ടം കിട്ടുന്നുണ്ടല്ലോ, നമ്മുടെ ട്യൂബിന്റെ ലൈറ്റും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ഡയറക്റ്റ് ഫാനിന്റെ മുകളിൽ വെക്കരുത്. പിന്നെ നമ്മൾ എ സിക്കകത്താണ് വെക്കണമെങ്കിൽ ഇതിന്റെ അടിയിൽ പാത്രത്തിൽ കുറച്ച്, ഇപ്പം ഞങ്ങളിപ്പം 2 പോട്ട്, ഈ ഒരു പോട്ടിനകത്ത് വെച്ച് ഒരു ഇന്നറിലും കൂടെ വെക്കാം. അപ്പൊ ഇതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിരുന്നാല് അത് കുറച്ച് ഒരു അബ്സോർവ് ചെയ്ത് ഈർപ്പം കിട്ടും. പിന്നെ നമ്മൾ എന്നും സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഡോർ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ശരിക്കും വിദേശ രാജ്യങ്ങളിലെല്ലാം ഇത് ഇൻഡോർ ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കും അത് ചെയ്യാൻ. കാരണം ഞാൻ എൻ്റെ വീടിനകത്ത് ഒരുപാട് ഇത് ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ട്രെൻഡാണ്. എന്റെയിലും ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് വെച്ചപ്പോഴ് എനിക്ക് മറ്റേതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഫെനലോസിസ് ആണെന്ന് തോന്നി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് കുറെ പേരൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ ഞങ്ങൾ ഈ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 500 രൂപയ്ക്ക് കൊടുക്കും. പ്ലാസ്റ്റിക് പോട്ടിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 500 രൂപയ്ക്ക് കൊടുക്കും. പോട്ട്
പോട്ട് ഉൾപ്പെടെ. പക്ഷെ പോട്ടിന്റെ ഇതനുസരിച്ച് വില വ്യത്യാസം വരും. മറ്റേ ക്ലേ പോട്ട്, ഫൈബർ പോട്ടൊക്കെ വരുമ്പോഴത്തേക്കും റേറ്റ് ചേഞ്ച് വരും. ഇത് പ്ലാസ്റ്റിക് പോട്ടാണ്. ഒരു 500 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. പോട്ടടക്കം ഇത് 500 രൂപയ്ക്ക് കൊടുക്കും. ഇത് ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ആകുമ്പോൾ ഗിഫ്റ്റ് നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കുമ്പോൾ അതൊരു 600 ആ ഒരു റേഞ്ചിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ബോക്സും എല്ലാം കൂടെ വരുമ്പോൾ അതുകൊണ്ടാണ് 600. പിന്നെ നമുക്ക് ആ സമയത്ത് കുറച്ച് പാക്കിംഗ് ജോലിയൊക്കെ ഉണ്ട്. ഇതും എല്ലാം എയർ പ്ലാന്റ് ആണ്. ഇതിന്റെ കുറെ മണ്ണിന്റെ ആവശ്യമില്ല. ഇതിന്റെ മണ്ണിന്റെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഒന്ന് വളവും, നമ്മൾ ഈ ഓർക്കിഡിന് കൊടുക്കുന്ന വളവും കൂടി ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് നല്ല ഏറ്റവും എളുപ്പം ഒരു സ്പാനിഷ് മൗസ്. ഇത് നല്ല എളുപ്പം. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതിന്റെ തൈ ഉത്പാദിപ്പിക്കാൻ തന്നെ ഇങ്ങനെ എടുത്ത് ഇതിനെ ഒന്ന് തൂക്കിയിട്ടാ മതി. ഇതിനെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത തൈയാവും. ഇതിന്ന് നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ തന്നെ ചിലപ്പോൾ മഴ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴോ ഒക്കെ ഇത് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഇതിന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ഇവിടെ നമ്മൾ വീണ്ടും ഒരു കെട്ട് ഇട്ടാൽ അതൊരു തൈയായി വളർന്നോളും. നല്ല എളുപ്പമാണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല വലുതാവും. സ്പാനിഷ് മൗസ് ആണ് ഇതിന്റെ പേര്. ഇത് വേറെയാണ്. അതിന്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. ഇത് തിലാൻസിയിൽ വരുന്നതാണ്. അതിന്റെ കറക്റ്റ് ഐഡിയ അറിയില്ല. ഇതോ അതും എയർ പ്ലാന്റ് ആണ്. അതിന്റെ കറക്റ്റ് ഐഡിയ എനിക്ക് എല്ലാത്തിന്റെ അറിയില്ല. ഞാനിപ്പോ കുറച്ച് കളക്ട് ചെയ്തു. 15ഓളം വെറൈറ്റി ഉണ്ടല്ലേ. നല്ല എളുപ്പമുള്ള കാര്യങ്ങളിലാണ് എനിക്ക് താല്പര്യം. പിന്നെ ഈ ചട്ടിയൊക്കെ മണ്ണിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന പോലെ അത്രയും വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അത് മുക്കാറ ആണ്. മുക്കാറ ഞാൻ ഇവിടെ നിന്ന് 400 rupeesനാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെയിൽ ചെയ്യുന്നത് 400-നാണ്. വാൻഡയുടെ ഒരു സ്പീഷീസിലൊക്കെ വരുന്നതാണ്. എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല. അതിന്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. അതൊരു കാഡ്ലിയുടെ ഒരു വെറൈറ്റിയാണ്. ഇതൊരു പൈനാപ്പിളിന്റെ ഷേപ്പ് ആണല്ലേ. പൈനാപ്പിളിന്റെ ഷേപ്പ്. നല്ലൊരു ഫ്ലവർ വരുന്നുണ്ട്. ഫ്ലവറും വരൂല്ലേ. എയർ പ്ലാന്റ് ഫ്ലവർ വരും. ചിലതിനൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. ഇതോ ഈ ചെറുത് അത് എയർ പ്ലാന്റ് തന്നെയാണ്. എയർ പ്ലാന്റ് ആണ്. പക്ഷെ അതിൻ്റെ ഐഡിയയിൽ വരുന്നത് എനിക്ക് ഓർക്കുന്നില്ല. അത് എന്നിട്ട് അതിലൊരു വയലറ്റ് പൂ വരും. നല്ല ഭംഗിയാണ്. ഡെൻഡ്രോബിയം ഞാൻ ഫ്ലവർ ആയത് 175 തൊട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സെയിലിങ്സ് നമ്മൾ പോട്ട് ചെയ്തത് 150 തൊട്ട് 140 തൊട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അത് 10 എടുക്കുകയാണെങ്കിൽ 140ക്കും അല്ലെങ്കിൽ 150 തൊട്ട് എടുക്കുന്നു. പോട്ട് ചെയ്ത് അത് ഒരു മാസം കഴിയുമ്പോൾ പൂ വരും. ചിലതിൽ അതിൽ ബഡ് വന്നതും അതുപോലെ കൊടുക്കാറുണ്ട്. ഇതിപ്പോ നമുക്കിനി പുതിയ കളക്ഷൻ ഒരാഴ്ച കൊണ്ട് വരും. ഒരാഴ്ച ആകുമ്പോഴത്തേക്കും. ഇത് മുക്കാറയാണ്. മുക്കാറയുടെ ഒരു കുറച്ച് പൂവുണ്ടല്ലേ അതിന്. അതിനുണ്ട്. മുക്കാറ നമുക്ക് കുറച്ച് നല്ല വെയിലത്ത് വളർത്താൻ ഒട്ടും കെയറിങ് വേണ്ട. ഷെയ്ഡൊന്നും വേണ്ട. ഒരു ഷെയ്ഡും വേണ്ട. നല്ല വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് പൂക്കും. എപ്പോഴും പോവാണ്. ഒരിലയ്ക്ക് ഒരു പൂവെന്നുള്ള രീതിയിൽ വരും. ഒരു കെയറിങ്ങും വേണ്ട. അത് കുറച്ച് വേര് വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് കട്ട് ചെയ്ത് അടുത്ത ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. എന്നിട്ട് വേറൊന്ന് പോട്ട് ചെയ്യുമ്പോൾ ഇതും ഒരു തൈ. അപ്പം വീണ്ടും ഇതിന്ന് 1-2 തൈ വരും. അങ്ങനെയാണ് അതിന്റെ പ്രൊപ്പഗേഷൻ വരുന്നല്ലേ. ഏറ്റവും എളുപ്പമാണ് മുക്കാറ. നമുക്ക് വേറെ കൊടുക്കാനുള്ളതുണ്ടല്ലേ. ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷെ ഫ്ലവർ ഇല്ല. മിക്കവാറും മുക്കാറയ്ക്കൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ഒൻസൈഡ് വെറൈറ്റിയാണ്. ഒൻസൈഡത്തിൻ്റെ അയണോസിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ പൂ നല്ല ഭംഗിയാണ്. പക്ഷെ ചെറിയൊരു പ്ലാന്റ് ആണ്. ഇത്രയും വലിയൊരു പൂവാണ്. നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലവർ കൂടിയാണിത്. ഒരു വയലറ്റ് കളർ ഉണ്ട്. അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്. അതിൽ മുട്ടയുള്ളൂ. പക്ഷെ ഫ്ലവർ ആയിട്ടില്ല. ഇത് ചെറിയ പൂക്കളാണ്. പക്ഷെ നിറയെ ബഞ്ചസ് പോലെ ഇത് വന്നിട്ടുണ്ട്. മൊട്ടാണ് വന്നത്. ഒരു കുഞ്ഞായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലവർ ചെറുതായിട്ട് വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു കോഫി കളർ യെല്ലോയും കൂടെ നല്ല ഭംഗിയാണ്. ഞാൻ സീഡ്ലിങ്സ് വാങ്ങിച്ച് ഇവിടെയാണ് ഞാൻ വളർത്തുന്നത്. ഇത് വളർത്തി വലുതാക്കി ഇതിൽ പൊട്ട് വന്നതിന് ശേഷമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഇപ്പോഴും വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളർത്തിയെടുക്കുന്നതാണ്. ഇത് ഫ്ലവർ വന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ ഞാൻ 175-നാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് പൂ വരാറായതൊക്കെ ഉണ്ട്. ഇതൊക്കെ 150-ക്ക് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു 2 മാസം കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ്
2 മാസമൊന്നും വേണ്ട, ചിലപ്പം ഇതിൽ തന്നെ ബഡ് വന്നതും ഒക്കെ കൊടുക്കും. ഇതൊക്കെ 150 തന്നെയാണ് കൊടുക്കുന്നത്. അതെല്ലേ. അപ്പൊ ഇതിന്റെ വേര് ഉണ്ടോ, ഈ വേര് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പോട്ട് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ തന്നെ വലിയ പോട്ടിലോട്ട് വേണമെങ്കിൽ വെക്കാം. ഇത് നമ്മൾ ഈ പോട്ട് മാറ്റുകയാണെങ്കിൽ വേരിന് കുറച്ച് ക്ഷതയായിരിക്കും. അപ്പൊ പിന്നെ പൂക്കാൻ വേണ്ടി താമസിക്കും. ഇങ്ങനെ തന്നെ വെച്ച് വലിയ പോട്ടിലോട്ട് മാറ്റിയാൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ ചെറിയ ചെടിയായിരിക്കും എപ്പോഴും ചെറിയ പോട്ടിൽ മാത്രമേ വെക്കാം, എങ്കിലേ പെട്ടെന്ന് വളർന്നു കിട്ടുള്ളൂ. അത് ഓർക്കിഡല്ല, ഏത് ചെടിയായാലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ 150 ആണല്ലേ? ഇതൊക്കെ 150 ആണ്. മിക്കവാറും ഈ ഒരു ഫസ്റ്റ് നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിച്ച് വളർത്തി വരുമ്പോൾ ഫസ്റ്റ് ഫ്ലവർ വരുന്നതെല്ലാം ഞാൻ 150 തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ പൂ വരാറായതും ഒക്കെ 150 തന്നെ കൊടുക്കും. പിന്നെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ 150 ചെടി കൊടുത്തിട്ട് ഇതിനെ ഇനി കുറയില്ലേ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം. വന്നിട്ട് ചോദിക്കും ഇത് പോരെ, ഇത് മതി എന്നും പറഞ്ഞിട്ട് പോകും. അത് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ഒരുപാട് വില കുറച്ച് ഞാൻ വലിയ ലാഭമൊന്നും, കാരണം എൻ്റെ പാഷനാണ് എൻ്റെ ഓർക്കിഡ് വളർത്തൽ, അതിൻ്റെ കൂടെ നിൽക്കുക. അല്ലാതെ ബിസിനസ് അല്ല എനിക്ക് പ്രധാനം. പിന്നെ കുറെ ആൾക്കാർ പരിചയപ്പെടാൻ പറ്റും ചെടിയുടെ, ആ ഒരു ലക്ഷ്യമാണ് ഉള്ളത്. അപ്പം അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ബാർഗെയിനിങ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ബാർഗെയിൻ ചെയ്യാത്തോണ്ടായിരിക്കാം. ഇതൊരു മുക്കാറയാണ്, നല്ല മഞ്ഞയല്ലേ? നല്ല മഞ്ഞയാണ്. ഇവിടെയൊക്കെ ഞാൻ മുക്കാറ വളർത്തുന്നുണ്ട്. ഞാൻ ഇതുപോലെയാണ് മുക്കാറ അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ, ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇത് ഒൻസീഡത്തിൻ്റെ ടുളുമിന എന്നുള്ള വെറൈറ്റിയാണ്. ഫ്ലവർ ഉണ്ടായിരുന്നു, ഇപ്പം കഴിഞ്ഞു. ഞാൻ വെറുതെ ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്തതാണ്. ഇതൊരു സ്പീഷീസ് വെറൈറ്റിയാണ്, ഫ്ലവർ ഉണ്ടായിരുന്നു, പോയത്. മുക്കാറയാണ്. ഇതിൽ ബഡ് വന്നതിന് ശേഷം ഞാൻ ഇതുപോലെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയി കഴിയുന്നവർക്ക് ഇതുപോലെ തന്നെ ഹാങ് ചെയ്തിടാം. നല്ല വേര് റൂട്ടുമായിട്ട് ഇങ്ങനെ കിടക്കും, പൂക്കുകയും ചെയ്യും. പക്ഷെ വെയിൽ വേണം. ഉടനെ പൂവാകും. ഇത് ഒരു കല്യാണ സുഗന്ധിയാണ്. നമ്മൾ സാധാരണ കാണുന്നത് വെള്ളയാണ്, ഇത് അതിന്റെ ഒരു മഞ്ഞയാണ്. അതിന്റെ ഒരു 5 കളറുണ്ട്. എന്റെ ഇപ്പോഴും അതിന്റെ ഫ്ലവർ എല്ലാത്തിലും ഇല്ല. ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് കല്യാണ സുഗന്ധിന്റെ വേറൊരു കളറാണ്, വൈറ്റിനകത്ത് ഒരു യെല്ലോ വരുന്നത്. 5 വെറൈറ്റി ഉണ്ട്. 5 വെറൈറ്റി ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പൂ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെമ്മ് നമ്മൾ ഡെൻഡ്രോബിയാണെങ്കിൽ നമ്മൾ വെട്ടിക്കളയും, ഫെലിനോസിസ് വെട്ടരുത്. ഇതെന്ന് തന്നെ വീണ്ടും പൂക്കൾ വന്നുകൊണ്ടിരിക്കും, വീണ്ടും മൊട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ തന്നെയാണ് കിക്കീസ് നമുക്ക് വരുന്നത്. മഞ്ഞയ്ക്കും വെള്ളപ്പൂവിനും ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇതൊക്കെ ഒരു മിനിയേച്ചറായിട്ടൊക്കെ, ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഈ പ്ലാന്റ് ഒക്കെ. അത് ഒത്തിരി പേർക്ക് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഞാനും ഇതുപോലെ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ കിട്ടുന്നവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് കാണുമ്പോഴത്തേക്കും അവർക്കൊരു ഓർമ്മ ഇന്നാണ് തന്നതാണ്. ബാക്കി നമ്മളിപ്പം എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ആരും അത് അത്ര കെയർ ചെയ്യില്ല. പക്ഷെ ചെടി എന്ന് പറയണത് ഒരു പ്രത്യേക, ഇൻഡോറും നമുക്ക് വെക്കാമല്ലോ, ഇൻഡോറും വെക്കാം. അവർക്കൊന്നും നനച്ച് ഇച്ചിരി വളം കൊടുത്താൽ മതി. ശരിക്കും അറിയാത്തതാണ് പലർക്കും. ഇതിന് ഭയങ്കര വളമായിട്ട് കൊടുക്കണം. നമ്മളെ വീട്ടിൽ തേങ്ങ ദിവസം പൊട്ടിക്കാറുണ്ട്. തേങ്ങ വെള്ളം പൊളിപ്പിച്ചിട്ട് അതിന്റെ 4 ഇരട്ടി വെള്ളം ചേർത്ത് ഇതിന് സ്പ്രേ ചെയ്ത് ഏറ്റവും നല്ലൊരു വളമാണ്. നമുക്ക് ഒരു ഓർക്കിഡ് ഉണ്ടെങ്കിലും നമുക്ക് വളം പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. തേങ്ങ വെള്ളം, പിന്നെ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചിട്ട്, കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ജൈവവളത്തിൽ അത് ഞാൻ കൊടുക്കാറുണ്ട്. മഴക്കാലത്ത് വരുമ്പോഴത്തേക്കും കൂടുതൽ ചീഞ്ഞു പോകുന്നുണ്ട്. അപ്പം എൻ്റെ സാഫ് ഞാൻ മഴക്കാലത്ത് കണ്ടിന്യൂസ് മഴ, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു മാറ്റമുള്ളതുകൊണ്ട് കണ്ടിന്യൂസ് മഴ വരുന്നതുകൊണ്ട് അപ്പോഴും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം സാഫ് കൊടുക്കാറുണ്ട്.